18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ കേരളത്തെ ഞെട്ടിച്ചുകൊണ്ട് 2 സീറ്റുകളിലാണ് BJP മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് കേരള സംസ്ഥാനത്തിന്റെ തലസ്ഥാന നഗരമായ തിരുവനന്തപുരം കാവി പുതയ്ക്കുമോ എന്ന് തന്നെ നാം നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇപ്പോൾ തിരുവനന്തപുരം KLCയുടെ പ്രസിഡന്റായ ശ്രീ മൈക്കിൾ പാട്രിക് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. സാർ, തെരഞ്ഞെടുപ്പിൻ്റെ ഇലക്ഷൻ റിസൾട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. BJP ആണ് തിരുവനന്തപുരത്ത് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ നോക്കിക്കാണുന്നു ഈ ഒരു ലീഡ് നിലയെ? അങ്ങനെ വലിയ അതിശയോക്തിയായിട്ടൊന്നും കാണുന്നില്ല. കാരണം ഇത് നേരത്തെ തന്നെ 2014 രാജഗോപാൽ മത്സരിച്ച സമയത്തും ഇതുപോലെ ഏറ്റവും അവസാനം വരെ BJP ഒരു ലീഡ് നില ഉയർത്തിയിരുന്നു. അതിനുശേഷവും അന്ന് തരൂർ ജയിക്കുകയാണ് ഉണ്ടായത്. ഈ പ്രാവശ്യവും അത് തന്നെയാണ് ഉണ്ടാകുന്നത്. പ്രത്യേകിച്ചും ലത്തീൻ സമുദായങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലകളൊക്കെ ഇനി എണ്ണി തുടങ്ങാനുള്ളതേ ഉള്ളൂ. ന്യൂനപക്ഷങ്ങളായിട്ടുള്ള നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ ഉൾപ്പെടെയുള്ളവർ പാർക്കുന്ന ഭീമാവള്ളി തുടങ്ങി വിഴിഞ്ഞം സ്ഥലങ്ങൾ ഉൾപ്പെടെയുള്ള നിയമത്തിന്റെ മുസ്ലിം സഹോദരങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ ഇനി എണ്ണാൻ വരുന്നതേ ഉള്ളൂ. ഇത് സ്വാഭാവികമായിട്ടും നഗര ഭാഗത്തുള്ള ആളുകളുടെ ഒരു വോട്ടെണ്ണലാണ് നടന്നത്. കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം സെൻട്രലിന്റെ തന്നെ മുകൾ വശത്തുള്ള സ്ഥലങ്ങളൊക്കെയാണ് ഇപ്പോൾ എണ്ണിയിട്ടുള്ളത്. അവിടെ സ്വാഭാവികമായിട്ടും BJPക്ക് ഈ അടുത്ത കാലത്തായിട്ട് അവരുടേതായിട്ടുള്ള ഒരു നേട്ടങ്ങൾ വരുത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നിയമസഭയൊക്കെ നമ്മൾ കാണുമ്പോഴത്തേക്ക് വട്ടിയൂർക്കാവും നിയമവുമാണ്, കഴക്കൂട്ടമൊക്കെയാണ് അവർ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്ന നിയമസഭാ മണ്ഡലങ്ങൾ. അപ്പോൾ അത്തരത്തിൽ വരുമ്പോൾ അവർക്കൊരു ലീഡ് അവർക്ക് പ്രതീക്ഷിക്കാന്നുള്ള ഈ ലീഡൊക്കെ നേരത്തെയും നമ്മൾ പ്രതീക്ഷിക്കുന്നത് തന്നെയാണ്. പക്ഷെ എന്നിരുന്നാൽ ഇനി തീരദേശ മണ്ഡലങ്ങളിലേക്ക് വരുമ്പോൾ, പ്രത്യേകിച്ചും തിരുവനന്തപുരം സെൻട്രലിന്റെ തന്നെ തീരദേശ മണ്ഡലം, അതുപോലെ തന്നെ കോവളം, ഇതൊക്കെയാണ് അതോടൊപ്പം തന്നെ നെയ്യാറ്റിൻകരയിലോട്ട് വരുന്ന ഭാഗം, അതുപോലെ നെയ്യാറ്റിൻകരയുടെ ഭാഗമായി വരുന്ന പൊഴിയൂർ മേഖലകൾ, ഇതൊക്കെ വരുമ്പോഴത്തേക്കും സ്വാഭാവികമായും തരൂർ ഈ ലീഡിനെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് വിജയിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഈ കഴിഞ്ഞ സമയങ്ങളിലെല്ലാം വളരെ തീരദേശ മേഖലയായിട്ടും വിഴിഞ്ഞം തുറമുഖവുമായിട്ടൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു. ഈ ഇലക്ഷൻ സമയത്ത് തന്നെ തിരുവനന്തപുരം അതിരൂപതയായിട്ട് തന്നെ ഒരു തുറന്ന പോരിന് BJP സർക്കാർ, കേന്ദ്ര സർക്കാർ അക്കൗണ്ട് മരവിപ്പിക്കുക, അങ്ങനെ പല പ്രശ്നങ്ങളും നടന്നതിന് ശേഷം നടന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഈ ഒരു തെരഞ്ഞെടുപ്പ്. എങ്കിൽ ഇപ്പോഴും കാണുന്ന ഏകദേശം ഒരു 3 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. 3-4 മണിക്കൂറിലേക്ക് അടുക്കുന്നു ഈ ഒരു വോട്ടെണ്ണൽ. ഇപ്പോൾ ഏകദേശം 23,000-ലധികം വോട്ടുകൾക്കാണ് രാജീവ് ചന്ദ്രശേഖർ മുന്നിട്ട് നിൽക്കുന്നത്. ഈ ഒരു തീരദേശ മേഖലയിലെ ഈ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങളൊന്നും ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ചർച്ചയായില്ല, അല്ലെങ്കിൽ ജനങ്ങളത് തള്ളിക്കളഞ്ഞു എന്ന നിലയിലേക്ക് വരുമോ? അത്തരത്തിൽ വരാൻ ചാൻസ് ഉണ്ടോ എന്നറിയില്ല, പക്ഷെ ചിലപ്പോൾ വന്നേക്കാം. കാര്യമെന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ മറ്റു സർക്കാരുകൾ തന്നെ ആയിരുന്നാൽ പോലും സ്വാഭാവികമായും മേഖലയിൽ ഈ വീടുകൾ പോകുന്നതിന്റെ ഭാഗമായിട്ട് കടലാക്രമണത്താൽ വീടുകൾ പോയ ആ സമയത്തായിരുന്നു, അത് കഴിഞ്ഞുണ്ടായ ചില പ്രശ്നങ്ങൾക്കായിരുന്നാലും അവരൊന്നും ചെയ്തില്ല എന്നുള്ള ഒരു പ്രതികരണം അല്ലെങ്കിൽ ഒരു പ്രതിഷേധം തീരദേശത്തുള്ള ആളുകൾക്കുണ്ടായിരുന്നു. ആ സമീപനം വച്ചുകൊണ്ട് ചിലപ്പോൾ ഈ പറയുന്ന ചന്ദ്രശേഖരനെയോ മറ്റുള്ളവരോ കൊടുത്ത വാഗ്ദാനങ്ങൾക്ക് വേണ്ടി അവരോടൊപ്പം നിന്നോ എന്നില്ലയൊന്നും അറിയില്ല. എന്നിരുന്നാലും കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ നമുക്കറിയാം 3 ടൈമായിട്ട്, അതാണ് ഞാൻ നേരത്തെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ് അത് പറയുന്നത്. 3 ഭാഗങ്ങളിലായിട്ട് തരൂർ ജയിച്ചു വന്ന ഒരു സ്റ്റൈലുണ്ട്. O രാജഗോപാലിന്റെ കൂടെ ആയിരുന്നാലും കുമ്മനം ചന്ദ്രശേഖരന്റെ കൂടെ ആയിരുന്നാലും ഒക്കെ ജയിച്ചു വന്ന ഒരു കാര്യങ്ങളുണ്ട്. അപ്പൊ അത്തരത്തിൽ ജയിച്ചു വന്ന ഒരു പ്രതീക്ഷയാണ് നമ്മൾ മുന്നിൽ കാണുന്നത്. ഇനിയിപ്പം ഏതെങ്കിലും രീതിയിൽ വേറെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. പക്ഷേ ആ ഒരു നിഗമനം വെച്ചുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത്. ഇനിയിപ്പോൾ ഒരുപക്ഷെ BJP അവിടെ ജയിക്കുകയാണെങ്കിൽ തന്നെ അത് മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു തിരിച്ചടിയാവുമോ? അല്ലെങ്കിൽ അവർ നിരന്തരം ആവശ്യപ്പെട്ടിരുന്ന പല വിഷയങ്ങളും അതിനെതിരെ തിരിച്ചടിയാവുമോ? അങ്ങനെ ഒരു ഭയമുണ്ടോ? തിരിച്ചടിയാകാനായിട്ട് അവര് കാര്യങ്ങൾ ഒന്നും ചെയ്തില്ലല്ലോ. ചെയ്തു തുടങ്ങിയിട്ടാണെങ്കിൽ, ചെയ്യാതിരിക്കുകയാണെങ്കിൽ തിരിച്ചടി എന്ന് പറയാം. ചെയ്യാത്ത വിഷയം നമ്മളെ ഒരുപാട് ഒരുപാട് നമ്മളെ ബുദ്ധിമുട്ടിലാക്കിയ ശേഷം പിന്നെ അവർ ബുദ്ധിമുട്ടിലാക്കുകയാണെങ്കിൽ അവർ ചെയ്ത സാധനം തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് ചെയ്തുകൊണ്ടിരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാതെ വരികയോ അതല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന സാധനം നൽകുന്നില്ല എന്ന് വരികയോ ചെയ്യുകയാണെങ്കിൽ മാത്രമല്ലേ ഒരു തിരിച്ചടി എന്നുള്ള രീതിയിലേക്ക് വരത്തുള്ളൂ.
അപ്പൊ അത്തരത്തിൽ ഒരു തിരിച്ചടി എന്ന് പറയാനൊക്കത്തില്ല. അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടിന്യൂസ് ആ ഒരു പ്രോസസ്സ് അവർ ചെയ്തുകൊണ്ടിരിക്കും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മുഴുവനുമുള്ള ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഇപ്പോഴത്തെ ട്രെൻഡ് എങ്ങനെ നോക്കി കാണുന്നു? എന്തായാലും കഴിഞ്ഞ 2019 ട്രെൻഡ് അല്ല ഈ പ്രാവശ്യം കാണുന്നത്. കാരണം ഇപ്പൊ തന്നെ നമുക്കറിയാം 543 സീറ്റുകളിൽ ഈ ഇന്ത്യയിലൊട്ടാകെയുള്ള സീറ്റുകളിൽ 295 മാത്രമാണ് NDA സഖ്യത്തിന് മുന്നിട്ട് നിൽക്കാനായിട്ട് സാധിക്കുന്നത്. അവര് 400 കടക്കും എന്നൊക്കെ പറയുമ്പോഴും കഴിഞ്ഞ പ്രാവശ്യത്തെ ആ ഒരു രീതിയിൽ തന്നെയാണ് ഈ പ്രാവശ്യം നിൽക്കുന്നത്. പക്ഷേ അതിനോടകം തന്നെ ഇന്ത്യ സഖ്യം 230ഓളം സീറ്റുകളിൽ മുന്നോട്ട് നിന്നിട്ടുണ്ട്. അപ്പം അത്തരത്തിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാകേണ്ടത് കഴിഞ്ഞ പ്രാവശ്യത്തെ ആ ഒരു പ്രതീതിയൊന്നും അവർക്ക് സാധിച്ചില്ല, അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിലുള്ള ആ ഒരു മതിപ്പ് കുറഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിൽ വരികയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന ആ ഒരു 19 സീറ്റ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴൊരു 16 സീറ്റോളം നിൽക്കുന്നു. 2 സീറ്റ് LDF, 2 സീറ്റ് BJP നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ ഒരു ഭരണവിരുദ്ധ വികാരം അന്നുണ്ടായിരുന്നത് ഈ പ്രാവശ്യവും ഉണ്ട്. പക്ഷേ NDA കുറച്ച് കാര്യങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്തു. അവർക്ക് ജയിക്കാൻ പറ്റുന്ന മണ്ഡലങ്ങൾ വളരെയധികം രീതിയിൽ സജീവമായി നിന്നു. ഇപ്പൊ തൃശ്ശൂരൊക്കെ ആണെങ്കിൽ പോലും ആ രീതിയിൽ ആരെങ്കിലും ഒക്കെ സ്വാധീനിക്കാനോ ജനങ്ങളെ സ്വാധീനിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. അതിനോടൊപ്പം തന്നെ കേന്ദ്രത്തിൽ നിന്നുള്ള പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള അവരുടെ പ്രമുഖ നേതാക്കൾ അവിടെ വന്ന് കൈകാര്യം ചെയ്യുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും കേരളം ഒരിക്കലും NDA അല്ലെങ്കിൽ BJP അക്കൗണ്ട് തുറക്കില്ല എന്നുള്ള ഒരു വലിയൊരു കാര്യമായി ഇവിടെ നിന്നത് കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടാണോ എന്നറിയില്ല. അത്തരത്തിലുള്ള ഒരു വിഷയങ്ങൾ കൂടിയുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് ഇപ്പോൾ ഈ ഒരു മേഖലയിൽ, തിരുവനന്തപുരം മേഖലയിൽ, തീരദേശ മേഖലയിൽ അവരുടെ വോട്ടിംഗ് അവിടെ എന്തു പറയുന്നു എന്നുള്ളത് വളരെ പ്രാധാന്യമാണ്. മത്സ്യത്തൊഴിലാളികൾ അവരുടെ വോട്ടിങ്ങിലൂടെ എന്താണ് പറയുന്നതെന്ന് നമുക്ക് ഒന്നുകൂടി കാത്തിരിക്കേണ്ടി വരും ആ ഒരു മേഖലയിലെ വോട്ടിംഗ് തീർക്കാനായിട്ട്. എന്തായാലും ഒരുപാട് നന്ദി ഈ ഒരു സമയം നമ്മളോട് പ്രതികരിച്ചതിന്. താങ്ക് യു.